എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്? സോഷ്യൽ മിഷൻ സ്കീമുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത് 119 കോടിയാണ്. നടപ്പാക്കിയത് എത്രയാണ്? ഇന്നും പറഞ്ഞു ആശ്വാസകിരണം, സ്നേഹസ്പർശം, സ്നേഹസാന്ത്വനം തുടങ്ങിയ ആരോഗ്യ മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് കഴിഞ്ഞ വർഷം 119 കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് വെറും 60 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രം കണ്ടാൽ ഇതിന് യാതൊരു പ്രസക്തിയില്ലാന്ന് പറയും. അവിടെ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും അടക്കം കൈയടച്ചു. എന്തിനാണ് കൈയടിച്ചത്? കാരുണ്യ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ്. കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാമോ? ഈ ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക 1128 കോടിയാണ്. 1128 കോടി. കാരുണ്യ ബെനവലന്റ് പദ്ധതി 189 കോടിയാണ്. അതുകൊണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾ, ആശുപത്രി മാനേജ്മെന്റുകളെല്ലാം തീരുമാനമെടുത്ത് എന്താണ് കാസ്റ്റിന്റെ കാർഡ്, കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തത്. ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇവർ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കയ്യടി വായിക്കുന്നത്. ഇനി ഓരോ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി അടിവരയിടുകയാണ്. ഈ ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല. കാരണം കഴിഞ്ഞ വർഷം കൃഷി അനുവദിച്ചതിന്റെ 38% ഇതുവരെ എക്സ്പെൻഡിച്ചർ, ഗ്രാമവികസനം 54%, സഹകരണം 8.84%, ജലസേചനം 35%, വ്യവസായം 33%, സയന്റിഫിക് സർവീസ് 29%, സാമൂഹ്യ സേവനം 54%. ഇങ്ങനെ വളരെ കുറഞ്ഞ, ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ ധനസ്ഥിതിയെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് ജാർഗൻസ് ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിച്ചത്. ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങളുണ്ടല്ലോ, ആദ്യഘട്ടം മുഴുവൻ ഈ യഥാർത്ഥത്തിലുള്ള ധനസ്ഥിതിയെ മുഴുവൻ മറച്ചുവെച്ചുകൊണ്ട്, ധനസ്ഥിതിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാചകങ്ങൾ കൊണ്ട് അതിനെ മറപിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്തത്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇതിനു മുമ്പ് വയനാട് പാക്കേജിന് 7600 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇടുക്കി പാക്കേജിന് 12150 കോടി രൂപ അനുവദിച്ചിരുന്നു. തീരദേശ പാക്കേജ് 12000 കോടി അനുവദിച്ചിരുന്നു. എവിടെ? ഒരു ചെലവുണ്ട്. പലതും 1% പോലും ചെലവാക്കാത്തതാണ് ഈ പ്രഖ്യാപിച്ചിട്ട്, 1% പോലും. എന്നിട്ട് വീണ്ടും വയനാട് പാക്കേജ്, അല്ലെ, കാസർഗോഡ് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇതിലെ ഇടുക്കി പാക്കേജ്, ഇതിലൊന്നും 1 രൂപ പോലും ചെലവാക്കാത്ത പാക്കേജുകളാണ് പലതും. വയനാട് പാക്കേജൊക്കെ ഏകദേശം ഈ 7600 കോടി പ്രഖ്യാപിച്ചിട്ട് 49 കോടി രൂപയായിരുന്നു എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്.